Reverend Father Jilson Joseph Tyler, Vice Principal Sebastian Sir, loving members of the faculty, and my dear friends, a very warm and pleasant good morning to you all. As we celebrate our nation's Independence Day, let's remember our past leaders who lost their lives in the battle for the freedom we are enjoying today. Now, it's our turn to reform the country. Today, when we witness the resurgent India on its 75th Independence Day, we realize that our flag does not fly because the wind moves it. It flies with the last breath of each soldier who died to protect it. Attend. Stand. Attend. जनगण मन अधिनायक जय हे भारत भाग्य विधाता। पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा। विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा। तव शुभ नामे जागे तव शुभ आशीष मागे। गाहे तव जय गाथा जन गण मंगलदायक जय हे भारत भाग्य विधाता। जय हे जय हे जय हे जय 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 हे। May I now most cordially invite Monsignor John Orumangala to deliver his message. സ്നേഹമുള്ളവരെ, ഓഗസ്റ്റ് 15-ാം തീയതി ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ സമയം നിങ്ങൾക്കെല്ലാവർക്കും ഈ നല്ല ദിനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും എല്ലാ നന്മകളും ആശംസിക്കുകയാണ്. ഭാരതത്തിൻ്റെ മക്കൾ എന്ന രീതിയിൽ നമ്മുടെ ഈ സ്കൂളിൽ ഈ ഒരു സെലിബ്രേഷൻ ഓർഗനൈസ് ചെയ്യുമ്പോൾ നമ്മൾ കൊറോണയുടെ പ്രത്യേകമായ ഒരു കാലഘട്ടത്തിലും സമയത്തിലുമാണ്. ഈ ഒരു സാഹചര്യം അല്ലായിരുന്നുവെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങളെല്ലാവരും സ്കൂളിൽ ഒരുമിച്ച് കൂടുകയും ഫ്ലാഗ് ഹോസ്റ്റിംഗ് നടത്തുകയും പ്രിൻസിപ്പൽ അച്ഛൻ്റെ പായസമെല്ലാം കുടിച്ച് നമ്മൾ സന്തോഷത്തോടെ പോകുകയും ചെയ്യുമായിരുന്നു. എങ്കിലും നമ്മൾ ഈ ഒരു ഓൺലൈനിൽ ഇങ്ങനെയൊരു മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് ദൈവം തന്ന വലിയ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് നന്ദി പറയാൻ വേണ്ടി ഈ സമയം ഞാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ നമ്മുടെ സ്കൂളിൻ്റെ റിസൾട്ട് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കുവാനും സന്തോഷിക്കുവാനും വേണ്ടിയിട്ട് വക നൽകുന്നതാണ്. നമ്മുടെ +2 പഠിച്ച കുട്ടികളെ 77 കുട്ടികൾ +2 എഴുതിയതിൽ 73 കുട്ടികളും ഡിസ്റ്റിങ്ഷനോടുകൂടി പാസ്സായി എന്നുള്ളത് നമ്മുടെ സ്കൂളിനെ അഭിമാനിക്കാനുള്ള ഒരു വകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇയർ 10 ക്ലാസ്സിലെ കുട്ടികളെ 56 കുട്ടികൾ പഠിച്ചതിൽ 53 കുട്ടികൾക്കും ഡിസ്റ്റിങ്ഷൻ കിട്ടി എന്നുള്ളതും വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഈ അവസരത്തിൽ ഞാൻ ഈ 2 ഗ്രൂപ്പിലെ കുട്ടികളെയും പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയാണ് നിങ്ങൾ നേടിയ ഈ വലിയ നേട്ടത്തെ ഓർത്തുകൊണ്ട്. ഇതിനുവേണ്ടി ഇവരെ ഒരുക്കിയ ഇവരുടെ ടീച്ചേഴ്സിനെയും ഇവരുടെ ക്ലാസ് ടീച്ചേഴ്സിനെയും നേതൃത്വം നൽകിയ എല്ലാവരെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയും നിങ്ങൾ നൽകിയ വലിയ ഈ പ്രവർത്തനത്തെ ഓർത്തുകൊണ്ട് പ്രത്യേകിച്ച് നന്ദി പറയുകയും ചെയ്യുകയാണ്. ഈ സ്വാതന്ത്ര്യ ദിനം ആഘോഷത്തിൽ പങ്കെടുക്കുമ്പോഴേ നിങ്ങളുടെ മനസ്സിൽ ഞാൻ ബൈബിളിലെ ഒരു വചനം കുറിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 32-ാമത്തെ വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. നമ്മുടെ ജീവിതത്തിലെ സത്യത്തിന് വേണ്ടി നിലനിൽക്കേണ്ടവരാണ് നമ്മൾ. നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നമ്മൾ സത്യത്തെ മനസ്സിലാക്കുകയും സത്യത്തെ പ്രഘോഷിക്കുകയും സത്യത്തിൻ്റെ സന്ദേശവാഹകരാകുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ വ്യക്തികളായി തീരാൻ വേണ്ടി പറ്റുക. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ മുൻപോട്ടുള്ള യാത്രയിൽ സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് വളരുവാൻ വേണ്ടി നിങ്ങൾക്ക് ഇടയാകട്ടെ എന്നുള്ളതാണ് എൻ്റെ ആശംസയും പ്രാർത്ഥനയും. നിങ്ങളുടെ ജീവിതത്തിൽ
ഒരിക്കൽ ഒരു 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 മനുഷ്യൻ അല്പം അദ്ദേഹത്തിന് ദാഹിച്ചപ്പോഴേ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുവാൻ വേണ്ടി അദ്ദേഹം ആഗ്രഹിച്ചു. അദ്ദേഹം തന്നെ ഡൈനിങ് ഹാളിൽ പോയിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് വെള്ളം എടുത്ത് വെച്ച് കുടിക്കാൻ വേണ്ടി ആരംഭിച്ചപ്പോഴാണ് ആരോ അദ്ദേഹത്തിന്റെ വീട്ടിൽ കോളിംഗ് ബെൽ അടിച്ചു. അദ്ദേഹം ആളാരാണെന്ന് കാണുവാൻ വേണ്ടി പോയ അവസരത്തില് ആ ടേബിളിലെ അദ്ദേഹം ഈ വെള്ള ഗ്ലാസ് വെച്ചതിന് ശേഷമാണ് പോയത്. ഈ ടേബിളില് ഈ വെള്ളം ഗ്ലാസ് ഇരിക്കുന്നതിന് അടുത്ത് തന്നെ ഒരു കുപ്പിയിലെ ഒരു വിഷക്കുപ്പി ഇരിപ്പുണ്ടായിരുന്നു. ഈ വിഷക്കുപ്പി ഈ ഗ്ലാസ്സിലുള്ള വെള്ളത്തോട് പറയുകയാണ്, വെള്ളം, നിന്റെ ജീവിതം തീർന്നു. ഇനി നിന്റെ ഈ യജമാനൻ തിരിച്ചു വരുമ്പോൾ നിന്നെ എടുത്ത് കുടിക്കും, അതിനുശേഷം നിനക്ക് ജീവിതമില്ല എന്ന് പറഞ്ഞ അവസരത്തിലെ വെള്ളം വിചാരിച്ചു, ശരിയാണല്ലോ, എന്റെ ജീവിതം തീരാൻ വേണ്ടി പോവുകയാണ്, എനിക്ക് എങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി പറ്റും? വെള്ളം വിഷത്തിനോട് ചോദിച്ചു. വിഷം പറഞ്ഞു, നീ അനുവദിക്കുകയാണെങ്കിൽ എൻ്റെ ഈ കുപ്പിയിൽ നിന്ന് 1-2 തുള്ളി വിഷത്തുള്ളികൾ ഞാൻ നിന്റെ ഈ വെള്ളത്തിൽ കലരാൻ വേണ്ടിയിട്ട് അനുവദിക്കാം, അപ്പം നീ രക്ഷപ്പെടും. വെള്ളം സമ്മതിച്ചു. ഈ യജമാനൻ തിരിച്ചു വന്നപ്പോഴേ അദ്ദേഹം ഈ ഗ്ലാസ്സിലെ വെള്ളം എടുത്ത് കുടിക്കാൻ വേണ്ടി തന്റെ ചുണ്ടിനോട് അടുപ്പിച്ചപ്പോഴേ എന്തോ സ്മെല്ല് കേട്ടു. അദ്ദേഹത്തിന് എന്തോ ഒരു കുഴപ്പം മനസ്സിലാക്കിയിട്ട് അദ്ദേഹം വെള്ളം കുടിക്കാതെ അവിടെ വെച്ചിട്ട് പോയി. വെള്ളത്തിന് സന്തോഷമായി, താൻ രക്ഷപ്പെട്ടല്ലോ. അപ്പോഴേ വെള്ളം പറഞ്ഞു, അതിനുശേഷം വിഷത്തിനോട് പറഞ്ഞു, ഞാൻ രക്ഷപ്പെട്ടു, പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം, ഇനി എനിക്ക് മുൻപോട്ട് ജീവിക്കുമ്പോഴേ നീ എന്നിൽ കലർന്ന ഈ വിഷത്തുള്ളികൾ നീ തിരിച്ചെടുക്കണം. അപ്പം വിഷം പറഞ്ഞു, എനിക്ക് അതിനുള്ള അധികാരമില്ല, എനിക്ക് അതിനുള്ള കഴിവുമില്ല, എനിക്ക് നിന്നിൽ കലരാൻ മാത്രമേ പറ്റുകയുള്ളൂ, നിന്നിൽ നിന്ന് തിരിച്ചെടുക്കാനുള്ള കഴിവ് എനിക്കില്ല. സ്നേഹമുള്ളവരെ, നമ്മൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോഴേ പല രീതിയിലുള്ള വിഷത്തുള്ളികളെ നമ്മുടെ മനസ്സിൽ, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട്. നിങ്ങൾ വിദ്യാർത്ഥികൾ എന്ന രീതിയിൽ നിങ്ങളുടെ മനസ്സ് വളരെ പരിശുദ്ധമാണ്. പക്ഷേ നിങ്ങളുടെ മനസ്സിലും ജീവിതത്തിലും പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൂടി നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുമ്പോഴേ ഈ മീഡിയ വഴി പല വിഷത്തുള്ളികളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. ഈ വിഷത്തുള്ളികൾ നിങ്ങളുടെ ജീവിതത്തിൽ കലരാതെ നന്മയ്ക്ക് വേണ്ടി നിലനിൽക്കുവാനും സത്യത്തെ മനസ്സിലാക്കുവാനും വേണ്ടി സാധിക്കുമ്പോഴാണ് സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന മക്കളായി തീരാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കുക. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. Thank you, Father, for your inspiring message. Next, we have Anand Zain of 2B to recite few beautiful lines of the poem Madhurvandanam, written by Vallathol Narayana Menon. വള്ളത്തോൾ നാരായണ മേനോന്റെ മാതൃവന്ദനം എന്ന കവിതയാണ് ഞാൻ ഇവിടെ ചൊല്ലുന്നത്. വന്ദിപ്പിൻ മാതാവിനെ, വന്ദിപ്പിൻ മാതാവിനെ, വന്ദിപ്പിൻ വരണ്യേ, വന്ദിപ്പിൻ വരദയേ. വന്ദിപ്പിൻ മാതാവിനെ, വന്ദിപ്പിൻ മാതാവിനെ, വന്ദിപ്പിൻ വരണ്യേ, വന്ദിപ്പിൻ വരദയേ. എത്രയും തപശക്തി പൂണ്ട ചമദഗ്നനു സത്രജിത്തിനു പണ്ട് സഹസ്രകരൻ പോലെ പശ്ചിമാരത്നാകരം പ്രീതിയിൽ ദാനം ചെയ്ത വിശ്വിക മഹാരത്നമല്ലി നമ്മുടെ രാജ്യം. വന്ദിപ്പിൻ മാതാവിനെ, വന്ദിപ്പിൻ മാതാവിനെ, വന്ദിപ്പിൻ സമുദ്രാത്മഭൂവാമി ശ്രീദേവിയെ. പച്ചയാം വിരിപ്പിട്ട് സഹ്യനിൽ തല വെച്ചും സ്വച്ഛാബ്ദി മണൽ തിട്ട പദോപദാനം പൂണ്ടും പള്ളി കൊണ്ടിടുന്ന നിൻ പരശുമത്തെ കാത്തു കൊള്ളുന്നു കുമാരിയും ഗോകർണേശനും അമ്മേ. വന്ദിപ്പിൻ മാതാവിനെ, വന്ദിപ്പിൻ മാതാവിനെ, വന്ദിപ്പിൻ ഉപാസരായുള്ളോർക്കും ഉപാസേ. അഴിവീജികളനു വെലമ്പെന്നുരകളാൽ തൊഴികൾ പോലെ തവ ചരുതൃപദങ്ങളിൽ തൂവല്ലിച്ചിലമ്പുകൾ ഇടുവിക്കുന്നു തൃപ്തി കൈവരാഞ്ഞഴിക്കുന്നു പിന്നെയും തുടരുന്നു. വന്ദിപ്പിൻ മാതാവിനെ, വന്ദിപ്പിൻ മാതാവിനെ, വന്ദിപ്പിൻ അനന്യ സാധാരണ സൗഭാഗ്യേ, ധാരണ സൗഭാഗ്യേ, ധാരണ സൗഭാഗ്യേ.
Anam Zain. Now, let us listen to a speech by Rayan Siljo of Vansi. Respected teachers and my dear friends, wish you all a very happy Independence Day. I, Rayan Siljo of Farsi, would like to talk a few words on Independence Day. On 15th August 1947, India got independence. So, Independence Day remarks the liberation of our country from British rule. Independence Day is national festival and is celebrated to commemorate our war heroes like Mahatma Gandhi, Subhash Chandra Bose and many others. The freedom that we enjoy today is a result of their sacrifices. Independence Day is public holiday and is celebrated everywhere in India with great joy. On this day, the Prime Minister of India holds the national flag at Red Fort. This day reminds us that we are one, the Indians. Jai Hind! Thank you, Rayan. That was an inspiring one. May I now invite Ma'am Priya for the message. Freedom is nothing but a chance to be better. Dear children, first of all, I wish you all a very happy Independence Day. I would like to speak a few words from the bottom of my heart on this auspicious occasion. We are celebrating 75th Independence Day. It is one of the most important days for all Indians. On this day, 15th August 1947, India became independent from the British rule. We must remember our great freedom fighters on this day. We are fortunate that we are born in an independent country. Our brave soldiers are fighting in borders to protect our country and to preserve our freedom. It is our responsibility as the proud citizens of this country to sincerely perform our duty and work together for the growth and development of our country. Keeping the sacrifices of our ancestors in mind, we should take a note to carve a better future for our motherland. Once more, wishing you all a very happy Independence Day. Jai Hind. Thank you, ma'am. We dance for laughter, we dance for tears, we dance for hope, we dance for dreams. Here, we have Alphonsins with a visual treat. श्यामला मातरं वन्दे मातरम् शुभ्रज्योत्स्ना पुलकितयामिनी पुल्लकुसुमितद्रुमदलशोभिनी
सुखदां वरदां मातरं वन्दे मातरम् तरिकिट तगदिं रिमरिम मगरि मपनिरव रिमपनिस इडदिं निरव तगदिं तगजं तगणं तगसनिरि सनिरव मगनि सनिस मरिरि मम मरि पपसनिनि दिं दिं मम पपनिनि दिं दिं पपनिनि दिं दिसगरि तगदिं दिगुतगरि गिटदिं तगदिं तदिं नाददिं ततोगदिं That was really a lovely performance. I'm afraid that we have come to the end of this program. Always remember, no nation is perfect and it can only be made perfect by you and me. I would like to end this program with this quotation. लहराएगा अब तिरंगा सारे आसमान पर, भारत का ही नाम होगा सबकी जुबान पर, ले लेंगे उसकी जान या खेलेंगे अपनी जान पर, कोई जो उठाएगा आग हिंदुस्तान पर। जय हिंद, जय भारत।